നമസ്കാരം. ഇതുവരെ സംഭവിച്ച മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ബി അശോക്. സസ്പെൻഷന് പിന്നാലെയും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക്. തനിക്കെതിരെ നടപടിയെടുത്തത് ഏപ്രിൽ 9 ജനം പുറത്താക്കിയ സർക്കാരെന്നും ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോഴാണ് സർക്കാരിന്റെ പ്രതികാരമെന്നും ബി അശോക് തുറന്നടിച്ചു. തുടർ ഭരണത്തിനായി കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും കിഫ്ബി ഫണ്ട് PR-നായി ഉപയോഗിച്ചുവെന്നും ബി അശോക് ആരോപിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ സിവിൽ സർവീസ് DA റൂൾ അനുസരിച്ച് സസ്പെൻഷൻ വാറണ്ട് ചെയ്യുന്ന ഒരു കോസ് ആ ഓർഡറിനകത്ത് മേക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കോടതിയിലേക്ക് പോകാനോ ട്രിബ്യൂണലിലേക്ക് പോകാനോ ഉദ്ദേശിക്കുന്നില്ല. ഏപ്രിൽ 9 കേരളത്തിലെ വോട്ടർമാർ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സസ്പെൻഷൻ ഉത്തരവാണ്. അപ്പോൾ അത് തൽക്കാലം മേശപ്പുറത്തിരുന്നാൽ മതി. പോകുന്ന പോക്കിൽ അവസാനത്തെ റൗണ്ട് ശത്രുക്കൾ എന്ന് സംശയിക്കുന്നവരുടെ നേർക്ക് ഒരു റൗണ്ട് വെടിയുതിർത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുവെന്ന് മാത്രം. അങ്ങനെ എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. അത് അംഗീകാരമായിട്ട് കണക്കാക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ അടിമ വേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തി പാടാൻ മാത്രം ജനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോറസായിട്ട് നിന്ന് എൻ്റെ വാഴ്ത്തുപാട്ട് പാടിത്തരാം, അതല്ലാതെ മറ്റ് യാതൊരു അവകാശവും ഇന്ത്യയിലെ IAS എന്നുള്ളതല്ല സർക്കാർ ജീവനക്കാർക്ക് ഒന്നുമില്ല എന്നുള്ള ചിലരുടെ മനോഭാവത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് അതൊരു ബാഡ്ജായിട്ട്, ആ സസ്പെൻഷൻ ഓർഡർ ഒരു ബാഡ്ജായിട്ട് ഞാനിവിടെ കുത്തുന്നു. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. അത് അതിൻ്റെ വഴിക്ക് തന്നെ ചവറ്റുകുട്ടയിലേക്ക് പോകും എന്ന് ഉത്തമ ബോധ്യമുണ്ട്. KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിലെ രണ്ടാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാൻഡായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പോൾ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായ ഒരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെയത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, തനിക്കെതിരായ നടപടിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്, അതിനെ കാര്യമാക്കുന്നില്ല, മറിച്ച് ഒരു അംഗീകാരമായി കാണുന്നു എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്കെതിരെ, ചീഫ് സെക്രട്ടറിക്കെതിരെ, KM എബ്രഹാമിനെതിരെയൊക്കെ അതിരൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണല്ലോ. അനുജ, IAS ഉദ്യോഗസ്ഥർക്കിടയിൽ കഴിഞ്ഞ കുറേ നാളുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബി അശോകിന്റെ സസ്പെൻഷനിലൂടെ പുറത്തു വന്നിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണങ്ങളിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. അതായത് IAS ഉദ്യോഗസ്ഥർ, ഓൾ ഇന്ത്യ സർവീസിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വകുപ്പ് മുഖ്യമന്ത്രിക്ക് കീഴിലാണ്. ചീഫ് സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അധികാരം ഉപയോഗിച്ച്, ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള അധികാരം ഉപയോഗിച്ച് KM എബ്രഹാം നിർണായകമായ സ്ഥലം മാറ്റങ്ങളിലും മറ്റ് നടപടികളിലും തീരുമാനമെടുക്കുന്നു എന്ന ആക്ഷേപം കഴിഞ്ഞ കുറേ കാലമായി IAS അസോസിയേഷൻ എന്ന നിലയ്ക്കും ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ഇടപെടലിന്റെ ഭാഗമാണ് അശോകിന്റെ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുമാണ് അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റുദ്യോഗസ്ഥരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാവൽ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടിക്ക് പിന്നിൽ KM എബ്രഹാമാണ് മുഖ്യമന്ത്രി ഓഫീസിലെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം നടത്തുന്ന വൈരുനിര്യാതന ബുദ്ധിയോടെയുള്ള നടപടിയാണിതെന്നാണ് അശോകന്റെ വിമർശനം. അതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ ഒരു പ്രതികരണം അശോകന്റെ ഭാഗത്തുനിന്ന് സസ്പെൻഷന് ശേഷം ഉണ്ടായത്. നേരത്തെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും മറ്റും പറഞ്ഞ കാര്യങ്ങൾ ഒരു സർവീസ് ചട്ടത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നു കൊണ്ടുള്ളതാണ്. അത് നിയമപരമായും മറ്റ് പെരുമാറ്റച്ചട്ടത്തിന്റെയും അകത്ത് നിന്നുകൊണ്ടുള്ള ആണ് എന്നാണ് അശോകിന്റെ വാദം. എന്നാൽ സർക്കാർ അത് സർക്കാരിനെതിരായ ഒരു നീക്കമായി കാണുന്നു. ഇപ്പോൾ അഭിമുഖത്തിന് പിന്നാലെ അദ്ദേഹത്തിന് ഷോക്കോസ് നൽകിയോ മറ്റും ഉണ്ടാകാതെ ഇപ്പോൾ ഫലം വരാൻ ഒരാഴ്ചയിൽ മാത്രം സമയശേഷിക്ക് ഒരു നടപടിയിലേക്ക് പോയതാണ് അശോകിനെ അടക്കമുള്ള ആളുകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നിയമപരമായ നടപടിയിലേക്കല്ല, മറിച്ച് രാഷ്ട്രീയമായ ഒരു തീരുമാനം തന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അശോക് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായൊരു പ്രതികരണം ഉണ്ടാകുന്നത്. പുതിയ സർക്കാരിൽ നിന്നാണ് അദ്ദേഹം നീതി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ട്രിബ്യൂണൽ പോകാനോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ നടപടിയിലേക്ക് പോകാനോ താൻ ഇപ്പോൾ ഒരുങ്ങുന്നില്ല എന്ന കാര്യം അശോക് വ്യക്തമാക്കുന്നത്. അതാണ്, കോടതിയിലേക്ക് പോകുന്നില്ല, നിയമ നടപടിയിലേക്ക് പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അടുത്ത സർക്കാർ ഇത് പുനഃപരിശോധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഡോക്ടർ ബി അശോക് ഉള്ളത്. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ.
എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതോടെ ഭരണത്തിലെത്താമെന്ന് ഉറപ്പിച്ച UDF ഭരണവിരുദ്ധ വികാരമാണ് സർവേ ഫലങ്ങളിൽ വ്യക്തമായതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. സർവേക്കും അപ്പുറമുള്ള ഫലം വരുമെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അവകാശവാദം. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് അപ്രതീക്ഷിതമല്ല. പ്രചാരണത്തിലുടനീളം ദൃശ്യമായ ജനവികാരത്തിന്റെ പ്രതിഫലനം നിലയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ UDF വിലയിരുത്തുന്നത്. ഇന്നലെ എക്സിറ്റ് ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിവെക്കുന്ന എക്സിറ്റ് ഫലങ്ങളാണ്. അതിനെയും ഞങ്ങൾ വിലയിരുത്തുന്നു. ഏതായാലും ഈ ദിവസം വരെയായി ഇനി 4 ദിവസത്തെ കാത്തിരിപ്പാണ്. അതിനെല്ലാവരും തയ്യാറാണ്. ജനവിധിയെ ഞങ്ങൾ മാനിക്കും. ജനവിധി UDFന് അനുകൂലമാകും. സർവേ ഫലങ്ങൾ കേവലം സൂചകങ്ങൾ മാത്രമാണെന്നും അതിനപ്പുറമുള്ള ഫലമുണ്ടാകുമെന്നും UDF നേതൃത്വം കരുതുന്നു. ആ ഒരു പ്രതീക്ഷയിലേക്ക് എക്സിറ്റ് പോൾ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലും കൂടുതൽ വിജയം UDFന് അവകാശപ്പെട്ടതാണ്. അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ മുൻതൂക്കമുണ്ടെന്ന സർവേ ഫലങ്ങളെ UDF പരിഹസിച്ച് തള്ളുകയാണ്. അല്ല, പിണറായി വിജയൻ അങ്ങനെ വലിയ മുൻതൂക്കം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മുൻതൂക്കം ഉണ്ടെങ്കിൽ ആ പാർട്ടി ജയിക്കണ്ടേ. പാർട്ടി തോൽക്കുകയും മുഖ്യമന്ത്രിക്ക് മുൻതൂക്കം എന്ന് പറയുന്നതിനോട് വലിയ അർത്ഥമൊന്നുമില്ല. എക്സിറ്റ് പോൾ ഫലം അനുകൂലമായതോടെ UDFൽ ഭരണം ഉറപ്പിച്ച മട്ടാണ്. 24 തിരുവനന്തപുരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ VD സതീശന് പിന്തുണയുമായി മുസ്ലിം ലീഗ്. സർവേകളിൽ VD സതീശനുള്ള പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. MLA-മാരുടെ അഭിപ്രായം തേടി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി തർക്കത്തിൽ ആരെയും പിന്തുണയ്ക്കാനില്ലെന്ന് നിലപാടെടുത്തിരുന്ന മുസ്ലിം ലീഗ് ഒടുവിൽ മനസ്സു തുറക്കുമ്പോൾ പിന്തുണ VD സതീശന്. തർക്കം മുറുകി ഹൈക്കമാൻഡ് അഭിപ്രായം ആരാഞ്ഞാൽ ലീഗ് സതീശനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പായി. എക്സിറ്റ് പോളിലൂടെ പുറത്തുവന്നത് ജനഹിതമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യത്തിൽ ജനങ്ങളുടെ വികാരം മാനിച്ചാകും ഹൈക്കമാൻഡ് നിലപാടെന്നും നേതൃത്വം. അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അതിപ്പോൾ ഞങ്ങൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തെയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. കോൺഗ്രസ് ആണല്ലോ UDFനെ നിലനിർത്തുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ UDFനെ നിലനിർത്തുന്ന കാര്യത്തിലും ഭരണം മെച്ചപ്പെടുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മുഖ്യമന്ത്രിയെ MLA-മാരുടെ അഭിപ്രായം തേടി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ച മാധ്യമങ്ങൾ നടത്തുന്നത് അനവസരത്തിൽ. വ്യക്തമായ കീഴ്വഴക്കം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, നടപടിക്രമമുണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഞങ്ങൾ നിശ്ചയിക്കും, അത് പ്രഖ്യാപിക്കും. എല്ലാ ഭാഗങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിലെ വിജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ആരായും ഹൈക്കമാൻഡാണ് അന്തിമമായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ VD സതീശന് പിന്തുണ നൽകിയതിനു പിന്നാലെ കോൺഗ്രസിലെ ഒരു വിഭാഗം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എക്സിറ്റ് പോളുകളോട് VD സതീശൻ ഇന്ന് പ്രതികരിച്ചില്ലെന്നതും ശ്രദ്ധേയമായി. ഇതിനിടെ VD സതീശനെതിരായി മൂവാറ്റുപുഴയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം സതീശന് അനുകൂലമായി മൂവാറ്റുപുഴയിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. 24 മലപ്പുറം. ഭരണത്തുടർച്ചയില്ലെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി LDF വീണ്ടും അധികാരത്തിലെത്തുമെന്നും അതിനുള്ള സൂചനകൾ എക്സിറ്റ് പോൾ കണക്കുകളിൽ തന്നെയുണ്ട് എന്നുമാണ് നേതാക്കളുടെ പ്രതികരണം. സർവേ ഫലത്തെപ്പറ്റി ഉത്കണ്ഠയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. LDFന് ഭരണം ലഭിക്കില്ലെന്നാണ് പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും. സർവേകളെ തള്ളുമ്പോഴും അതിലെ കണക്കുകൾ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് LDF സർക്കാർ തുടരുമെന്ന് നേതാക്കൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5 or 8 വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. എക്സിറ്റ് പോളുകളെ തള്ളുന്നില്ലെങ്കിലും 90 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന അവകാശവാദമില്ലെന്ന സൂചനയാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റേത്. എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രവചിക്കാനില്ല. ഇപ്പം എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള ഒരു നിലപാട് കേരളത്തിൻ്റെ യഥാർത്ഥ വിധിയുമായി ബന്ധപ്പെടുന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും LDF സർക്കാർ തുടരുമെന്നും നേതാക്കൾ പറയുന്നു. My observation is that people of Kerala would have voted in favor of LDF, making the way for LDF to form the government for third consecutive term. 2021
സർവകാല റെക്കോർഡ് വോട്ട് 82,000 കിട്ടി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് പറഞ്ഞ കാര്യമാണ്. ആ 82,000-ത്തേക്കാൾ കൂടുതൽ വോട്ട് സർവകാല റെക്കോർഡ് വോട്ട് വാങ്ങി ബേപ്പൂർ മണ്ഡലത്തിൽ ജയിക്കും. എല്ലാ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലം. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും പാർട്ടി തലത്തിൽ ശേഖരിച്ച കണക്കുകളിലാണ് CPIM-ന്റെ പ്രതീക്ഷ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം ഇടതുമുന്നണിക്ക് അമ്പേ പരാജയമാണ് പ്രവചിക്കുന്നത്. എന്നാൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഇടതു നേതാക്കൾ. അതിന് കാരണം CPIM-ന്റെ ബൂത്ത് സെക്രട്ടറിമാർ നൽകിയ കണക്കാണ്. ആ കണക്കുകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയപ്പോൾ 77 സീറ്റ് ഇടതുമുന്നണിക്ക് ഏറ്റവും കുറഞ്ഞത് ലഭിക്കുമെന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. ആ കണക്കിലാണ് ഇടത് ക്യാമ്പിൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. LDF സ്ഥാനാർത്ഥി നിർണയം പാളി എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. UDF അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹം. UDF ഭരണത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കുമെന്നും പെട്ടി പൊട്ടിച്ചാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF-ന് മേൽക്കൈ പ്രവചിച്ചതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മുസ്ലിം ലീഗിന് എന്ത് അധികാരമെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. UDF ഭരണം വന്നാൽ ഭരിക്കുക മുസ്ലിം ലീഗായിരിക്കുമെന്നും മതാധിപത്യം വളരുമെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. കോൺഗ്രസിൽ ആരാണ് ആകേണ്ടതെന്ന് ഘടകകക്ഷിപ്പെട്ട ലീഗിനെ കൂട്ടുള്ള ആളുകൾക്ക് പറയാമോ? കോൺഗ്രസിൽ ആരാകണമെന്ന് കോൺഗ്രസ്സുകാരാ പറയേണ്ടത്. ഇവിടെ ഒരു UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുന്നതിൻ്റെ അർത്ഥം ലീഗിന്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം വല്ലതും ഉണ്ടാകുമോ? ഈ ലോക ചരിത്രത്തിൽ ജനാധിപത്യം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അവർക്ക് ജനാധിപത്യമല്ല, മതാധിപത്യമാണ്. UDF അധികാരത്തിൽ വരരുതെന്നാണ് തന്റെ ആഗ്രഹം. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഇടതുപക്ഷം ജയിക്കുമെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതീക്ഷ പങ്കുവച്ചു. LDF തോറ്റാൽ ജനാധിപത്യം തോൽക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. പിണറായി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. തോറ്റാലും ജയിച്ചാലും റിസൾട്ട് വരുന്നവരെ പിണറായി വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. പിണറായിയെ കൊണ്ട് എന്താ അദ്ദേഹം ഒരു ശുദ്ധനാണപ്പോൾ. പിന്നെ വല്ലതും കാണാതെ പറയുന്നു. ആലപ്പുഴ ജില്ലയിലടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIM-ന് വൻ വീഴ്ച സംഭവിച്ചെന്നും ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിച്ചെന്നും വെള്ളാപ്പള്ളി നടേശൻ വിലയിരുത്തി. 24 ആലപ്പുഴ. കേരളത്തിൽ വീണ്ടും താമര വിരിയുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വാസമർപ്പിച്ച NDA-യും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും 2 മുതൽ 7 സീറ്റുകൾ വരെ BJP-ക്ക് പ്രവചിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തൂക്കുസഭ വരുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് 24-നോട് പറഞ്ഞു. BJP കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണാൻ 4 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ BJP പൂട്ടിയ അക്കൗണ്ട് വീണ്ടും തുറക്കുമെന്ന് പ്രവചിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ, ടൈംസ് നൗ, JVC തുടങ്ങിയ ഏജൻസികൾ ശരാശരി 3 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ പീപ്പിൾ ഇൻസൈറ്റ് 10 മുതൽ 14 സീറ്റ് വരെ BJP-ക്ക് പറയുന്നതിൽ NDA ക്യാമ്പിൽ തന്നെ അമ്പരപ്പ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിൽ NDA-ക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട്. നിയമവും കഴക്കൂട്ടവും BJP ഉറപ്പിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ചാത്തന്നൂർ, പാലക്കാട്, മഞ്ചേശ്വരം, തൃശൂർ മണ്ഡലങ്ങളിൽ അനുകൂല തരംഗമുണ്ടായെന്നും വിലയിരുത്തൽ. തൂക്കുമന്ത്രിസഭ ഉണ്ടാകുമെന്നും BJP നിർണായകമാകുമെന്നും ഷോൺ ജോർജ് 24-നോട്. BJP-യുടെ ഒരു സ്ട്രോങ് മൂവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാ എക്സിറ്റ് പോളുകളും അംഗീകരിക്കുന്നുണ്ട്. എൻ്റെ വിലയിരുത്തൽ കാണുന്നില്ല. എല്ലാം ഒരു 65 to 75 ഇടയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 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 തൂക്ക് മന്ത്രിസഭ എന്ന നിലയിൽ അതൊരു വലിയ കൺഫ്യൂഷനിലാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വന്ന വോട്ടിന് നോട്ട് വിവാദങ്ങൾ പാലക്കാട് തിരിച്ചടിയായെന്ന വിമർശനം നേതൃത്വത്തിനുണ്ട്. ഒപ്പം പ്രതീക്ഷിച്ച ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലഭിച്ചില്ലെന്നും എക്സിറ്റ് പോൾ മുൻനിർത്തി BJP വിലയിരുത്തുന്നു. 24 കൊച്ചി. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബംഗളൂരുവിൽ ശക്തമായ മഴയിൽ മതിൽ തകർന്നുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി. 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ച സംഭവത്തിൽ 7 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അപകടത്തിൽ ഉന്നതതല അന്വേഷണം പുരോഗമിക്കുകയാണ്. മതിൽ തകർന്നു വീണ് അപകടമുണ്ടായ അടൽ ബിഹാരി വാജ്പേയി ആശുപത്രിക്ക് മുൻപിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇവിടെയാണ് ഇന്നലെ 7 പേരുടെ ജീവൻ അപഹരിച്ച മതിൽ തകർന്നു വീണ അപകടമുണ്ടായതിൽ 2 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. 3 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. എറണാകുളം സ്വദേശികളായ പ്രീതി, സിജി, മായ എന്നിവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ നട്ടലിന് പരിക്കേറ്റ സിജിയെ ഉടൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനാകില്ല എന്നും ഡോക്ടർമാർ പറയുന്നു. തുടർ നടപടികൾ കുടുംബവുമായി ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. വിനോദയാത്രയ്ക്ക് ശേഷം ശിവാജി മാർക്കറ്റിലെത്തി സാധനങ്ങൾ വാങ്ങി മടങ്ങവെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ച രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു.
മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കർണാടക സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പുരോഗമിക്കുകയാണ്. മതിലിന് മറുവശത്തെ മൺകൂനയിൽ വെള്ളം നിറഞ്ഞാണ് മതിൽ മറിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടത്തിൽ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നും സജു ചാമക്കാലയിൽ 24. ബംഗളൂരുവിൽ മതിലിടിഞ്ഞ് വീണ് മരിച്ച സ്മിതയുടെയും ലതയുടെയും വേർപാടിന്റെ ഞെട്ടലിലാണ് എറണാകുളത്തെ രാമമംഗലം ഗ്രാമം. നാട്ടുകാരുമായി അടുത്ത ഹൃദയബന്ധം പുലർത്തിയവരായിരുന്നു ഇരുവരും. ആദ്യമായൊന്ന് വിമാനത്തിൽ കയറണമെന്ന ആഗ്രഹത്തിലാണ് സ്മിതയും ലതയുമടങ്ങിയ 5-അംഗ സംഘം രാമമംഗലത്തു നിന്ന് യാത്ര തിരിച്ചത്. അവരുടെ അവസാനത്തെ യാത്രയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ രാവിലെയാണ് പുറപ്പെട്ടത്. 12 മണിക്ക് വരുമെന്നാണ് ഇപ്പോൾ കിട്ടിയ അറിവ്. 12 മണിയോട് ചേർത്ത് ഇവിടെ വീട്ടിലെത്തിക്കാനുള്ള പരിപാടികളാണ്. അതിനുശേഷം ഒരു 5 മണിയോട് ബാക്കിയുള്ള ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവർ രാവിലെ 5:30ക്കാണ് ഇവിടെ നിന്ന് പോയത്. 9 മണിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു. 11:30 അവിടെ ചെന്ന് വിളിച്ചു. പക്ഷേ ഇത് നമുക്ക് താങ്ങാൻ പറ്റാത്ത സംഭവിപ്പോയി. 3 പെൺമക്കളാണ് സ്മിതയ്ക്കുള്ളത്. അപകടത്തിൽപ്പെട്ട 5 പേരും ചേർന്ന് നടത്തുന്ന ഫുഡ് യൂണിറ്റാണ് പ്രധാന വരുമാന മാർഗം. കുടുംബത്തിന്റെ ഏക അത്താണി. ഇവരുടെ വേർപാടിന്റെ ഞെട്ടലിലാണ് നാട്. പ്രതീക്ഷിക്കാത്ത ഒരു പെട്ടെന്നുണ്ടായ ഒരു അപകടം നമുക്കത് താങ്ങാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി എനിക്ക് കിടന്നിട്ട് ഉറക്കേ വന്നില്ല. അയ്യോ, ഞങ്ങൾ ഇതുപോലെ ടൂർ പോകാനായിട്ടൊക്കെ ഉദ്ദേശിച്ചിരുന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ ഒരു വിഷമം, ഭയങ്കര സങ്കടം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബംഗളൂരുവിൽ നിന്നെത്തിച്ച മൃതദേഹം രാമമംഗലം പഞ്ചായത്തിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു. കുടുംബശ്രീ പ്രവർത്തകരും ജനപ്രതിനിധികളും ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. 24 കൊച്ചി. പാമ്പുകടിയേറ്റ് കണ്ണൂരിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന 4 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് സ്വദേശി ഋതുചന്ദ്രയാണ് മരിച്ചത്. അതേസമയം തൃശൂർ കോടാലിയിൽ വീട്ടിനുള്ളിൽ പാമ്പുകടിയേറ്റ 10 വയസ്സുകാരൻ അനോഷ് ഇന്ന് ആശുപത്രി വിടും. അനോഷിന്റെ സഹോദരൻ ആൾജോ പാമ്പുകടിയേറ്റ് മരിച്ചിരുന്നു. തിങ്കളാഴ്ച വീടിന് സമീപം കളിക്കുന്നതിനിടയിലാണ് ഋതുചന്ദ്രയ്ക്ക് പാമ്പുകടിയേൽക്കുന്നത്. ആദ്യം പരിയാരം മെഡിക്കൽ കോളേജിലും പിന്നീട് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും സ്ഥിതി വഷളാവുകയായിരുന്നു. ഇന്നുച്ചയോടെ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു. വീടിന് സമീപത്ത് നിന്ന് മൂർഖനാണ് കുട്ടിയെ കടിച്ചതെന്നാണ് വിവരം. കാസർഗോഡ് എളേരിത്തട്ടിലെ ശരത് അജിത ദമ്പതികളുടെ മകളാണ് മരിച്ച ഋതുചന്ദ്ര. അതോടൊപ്പം സംസ്ഥാനത്ത് ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്ത പാമ്പുകടിയേറ്റ കേസുകൾ 9 ആണ്. 3 പേർക്ക് കോഴിക്കോട് ജില്ലയിൽ മാത്രം പാമ്പുകടിയേറ്റു. പാമ്പുകടിയേറ്റെന്ന് സംശയിക്കുന്ന 15 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 108 ആംബുലൻസ് വഴി ഒന്ന് കണക്കുകൾ മാത്രം നോക്കുമ്പോഴാണ് ഈ സംഖ്യയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 83-ലധികം പാമ്പുകടി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നും ഒരു മൂർഖനെയും പിടികൂടി. അതേസമയം തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ 10 വയസ്സുകാരൻ ഇന്ന് ആശുപത്രി വിടും. സിൽജോ ജോൺസി ദമ്പതികളുടെ മകൻ അനോഷിനെ ഇന്ന് 3 മണിക്ക് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അങ്കമാലി അപ്പോളോ ആശുപത്രി അധികൃതർ അറിയിച്ചു. കുട്ടിയെ കോടാലിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് വരുന്നു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് വേനൽ മഴ ശക്തമാകുന്നത്. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവുണ്ടായി. ഇനിയൊരു സ്പോർട്സ് വാർത്തയിലേക്ക്. IPL-ൽ ജയം തുടരാൻ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികൾ. അഹമ്മദാബാദിലാണ് മത്സരം. ജോക്കേഴ്സ് ഒക്കെ പണ്ട് ചാമ്പ്യൻസ് ഡോമിനേഷൻ മോഡലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 8-ൽ 6 കളിയും ജയിച്ച RCBയെ പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ. ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്തെറിഞ്ഞാണ് ബംഗളൂരുവിന്റെ വരവ്. DCയെ വെറും 75 റൺസിന് എറിഞ്ഞിട്ട് വിജയലക്ഷ്യം വെറും 6.3 ഓവറിൽ അടിച്ചെടുത്തു. ഒരു കാലത്ത് ചെണ്ടകളെന്ന ചീത്തപ്പേര് കേട്ടിരുന്ന ബംഗളൂരു ബൗളേഴ്സ് ചിന്നസ്വാമിയിൽ പോലും എതിരാളികളെ വിറപ്പിക്കുന്നു. ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും നയിക്കുന്ന പേസ് നിരയും കൃണാൽ പണ്ഡ്യ, സുയേഷ് ശർമ്മ സ്പിൻ ജോഡിയും മിന്നും ഫോമിൽ. വിരാട് കോഹ്ലി നയിക്കുന്ന ബാറ്റിംഗ് നിരയും എതിരാളികൾക്ക് പേടി സ്വപ്നമാണ്. അതേസമയം ചെന്നൈയെ അവരുടെ മണ്ണിൽ വീഴ്ത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഗുജറാത്ത് ടൈറ്റൻസ്. 8 മത്സരങ്ങളിൽ 4 വീതം ജയവും തോൽവിയുമോടെ 4-ാം സ്ഥാനത്താണ് നിലവിൽ GT. ശുഭമാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ ടോപ്പ് 3 ടീമിന്റെ കരുത്ത്. എന്നാൽ ഇവർക്ക് പിഴച്ചാൽ തകർന്നടിയുമെന്നത് ടീമിന്റെ പ്രധാന ബലഹീനതയും. മുഹമ്മദ് സിറാജും കഗീസോ റബാഡയും റാഷിദ് ഖാനും ഉൾപ്പെടെയുള്ള ബൌളിംഗ് നിര ചാമ്പ്യന്മാരെ ചലഞ്ച് ചെയ്യാൻ പോന്നവരാണ്. ബംഗളൂരുവിൽ നടന്ന മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ RCB 5 വിക്കറ്റിന് ജയിച്ചിരുന്നു. ജയം തുടരാൻ ബംഗളൂരുവും കണക്ക് തീർക്കാൻ ഗുജറാത്തും ഒരുങ്ങിയിറങ്ങുമ്പോൾ അഹമ്മദാബാദിലെ പോരാട്ടം കടുക്കും. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ 1 PM ന്യൂസ് അവസാനിക്കുകയാണ്.